ഹായ് ഓൾസോ വെൽക്കം ടു എക്സ് ആൻഡ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ജെയിമീൻസ് 2025 വന്നിട്ടുള്ള ജാനുവരി സെഷൻ 1 വന്നിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷനിൽ ഏതാണ്ട് 5 ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത്. സോ കുറച്ച് ക്വസ്റ്റൻസേ വന്നിട്ടുള്ളൂ, പക്ഷേ വന്ന ക്വസ്റ്റൻസ് എല്ലാം അത്യാവശ്യം നല്ല അടിപൊളി ക്വസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് ക്വസ്റ്റൻസ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, if integral e raised x into x sin inverse x by root 1 minus x square plus sin inverse x by 1 minus x square all raised to 3 by 2 plus x by 1 minus x square dx is equal to g of x plus c ആണ്. c കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ g of half എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ബേസിക്കലി നമ്മൾ g of x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ നമ്മൾ യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ആയിട്ട് ഇവിടെ നോക്കാനുള്ളത് ഇപ്പം ഈ ഒരു സംഭവം എടുക്കാം. നമുക്കറിയാം e raised to x-ൻ്റെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഫസ്റ്റ് നമുക്ക് e raised to x കിട്ടും ഇൻറ്റു സാധാ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും പ്ലസ് e raised to x ഇൻറ്റു പിന്നെ ഫംഗ്ഷൻ്റെ ഡാഷ് ആയിരിക്കും. ഓക്കെ, അതേ സംഭവം നമ്മളിവിടെയും ചെയ്യാൻ പോകുന്നത്. ഇത് ആ ഫംഗ്ഷൻ ആണെന്ന് അങ്ങ് വിചാരിക്കാൻ പോകാം. ഓക്കെ, എന്നിട്ട് e raised to x ഇൻറ്റു ഫസ്റ്റ് e raised to x-ന് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തുകൊണ്ട് നമുക്ക് e raised to x തന്നെ കിട്ടാം. അതുകൊണ്ട് e raised to x-നെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ സംഭവത്തിൻ്റെ ഡെറിവേറ്റീവ് അത് നമുക്ക് ഓരോന്നോരോന്നാക്കിയ ഡെറിവേറ്റീവ് എടുക്കാൻ പോകും. ഫസ്റ്റ് നമ്മൾ എക്സിനെ ഡെറിവേറ്റീവ് എടുത്തു, അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇങ്ങനെ സംഭവം കിട്ടി. പിന്നെ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് എടുത്തു. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരാൻ പോകുന്നത്? അത് 1/1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ഈ സംഭവം വരും. അത് മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കിട്ടും, ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടും. സോ ബേസിക്കലി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എടുക്കാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമ്മളിതിൻ്റെ ഡാഷ് എടുക്കാൻ പോവാം. സോ എഫ് ഡാഷ് എക്സ് എന്താ വരാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ ഇ റേസ് ടു എക്സിന് നമ്മൾ എന്ത് ചെയ്യും? ഡാഷ് ചെയ്യും. പ്രോഡക്റ്റ് റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എക്സിന് ഡാഷ് ചെയ്യാൻ പോവാം. സോ എക്സ് മാത്രം ഡാഷ് ചെയ്ത് പോയപ്പോൾ എക്സ് അങ്ങ് ഇല്ലാണ്ടായി. ഇനി നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിന് ഡാഷ് ചെയ്യാൻ പോകാം. സോ ഇ റേസ് എക്സ് ഇൻറ്റു എക്സ് അവിടെ ഉണ്ടാവും. സൈൻ ഇൻവേഴ്സ് എക്സിനെ ഡാഷ് ചെയ്താൽ നമുക്ക് ഇതാണ് കിട്ടാം. ഡാഷ് ചെയ്യാൻ ഉദ്ദേശിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി അടുത്ത് റൂട്ട് 1/√1 മൈനസ് എക്സ് സ്ക്വയറിനെ ഡാഷ് ചെയ്യാൻ പോകാം. സോ അതിന് നമുക്ക് ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 1 മൈനസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു മൈനസ് ഹാഫ് എന്നായിരിക്കും. അതിന് നമ്മൾ ഡാഷ് ചെയ്താൽ എന്ത് വരും? -1/2 ഇൻറ്റു മേലുള്ള ബാക്കി സംഭവങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇ റേസ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ -1/2 വരും. സോ -3/2 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു -3/2. ഓ, എക്സ് സ്ക്വയർ ഉണ്ടല്ലേ, എക്സ് സ്ക്വയർ ഇൻറ്റു -3/2. സോ 3/2 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതെന്താ വരാൻ പോകുന്നത്? അത് -2 ആയിരിക്കും വരാൻ പോകുന്നത്. -2x ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇതേ സംഭവം ഞാൻ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. യാ, സോ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇവിടെ നമുക്ക് 2ഉം 2 ഒക്കെ കട്ടായി പോവും, മൈനസൊക്കെ പ്ലസ് ആയി പോവും. എന്നിട്ട് ഇ റേസ് എക്സ് അങ്ങ് കോമൺ എടുക്കാം. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ പ്ലസ് ആയിരിക്കും വരാൻ പോകുന്നത്. എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3/2. ഓക്കെ, സോ ഇതാണ് സോറി എക്സ് അല്ല എക്സ് സ്ക്വയർ ആയിരിക്കും, കാരണം ഈ എക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് സ്ക്വയർ ആയി. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ശ്രദ്ധിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് എക്സിന് ഇവിടെ 2 വാല്യൂസ് ഉണ്ട്. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 1 പ്ലസ് എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, ആ 1 പ്ലസ് എക്സ് സ്ക്വയറും ഇവിടെ ഇവിടെ ഒരു 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. അവർ തമ്മിൽ എന്തായിരിക്കും? മൈനസ് ചെയ്യപ്പെടും. ഇവിടെ ബാക്കിയുള്ള ടേംസ് എല്ലാം ഓക്കെയാണ്. എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇവിടെ ഉണ്ട്, പിന്നെ x/1 - x² എന്നുള്ള ടേം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ടേമാണ് ഇല്ലാത്തത്.
അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എക്സ് സ്ക്വയറും പിന്നെ ഈ വണ്ണും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന സംഭവമാണ്. സോ നമുക്ക് അതിനെ മാത്രം ബാക്കി വെക്കാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഈ രണ്ട് ടേംസ് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഓൾ റൈസ് 3/2 നമ്മൾ കോമൺ എടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ഈ ടേം ഉണ്ട്, ഇവിടെ നമ്മൾ അതിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 1 മൈനസ് എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. മേലെന്തായി 1 മൈനസ് എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മുകളിൽ 1 മൈനസ് എക്സ് സ്ക്വയർ പിന്നെ ഇവിടെ ഈ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ടേം മൊത്തം 1 ആയി മാറി. സോ ബേസിക്കലി ഇത് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിന് നമുക്ക് ഒഴിവാക്കാം. ഇതാണ് നമ്മുടെ ടേം. ഇത് തന്നെയാണ് എന്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവം. സോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തിച്ചതാണ്. നമുക്കാണെങ്കിൽ വേറെ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ഇത് മാത്രം വെച്ചാണ് ഫംഗ്ഷൻ ആക്കി എടുക്കാം, എന്നിട്ട് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓരോന്നും നോക്കിയപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത്, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ നോക്കിയപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയതാണ്. അതിനാണ് നമ്മൾ ഉണ്ടാക്കി പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതേ പ്ലസ് സി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ജി ഓഫ് ഹാഫ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എന്താ പറയുക, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ജി ഓഫ് ഹാഫ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇ റൈസ് ടു ഹാഫ് വരും. ഇ റൈസ് ടു ഹാഫ് എന്ന് വെച്ചാൽ റൂട്ട് ഇ ആണ്. സോ ഇത് 1/2 വരും ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 എടുത്താൽ നമുക്ക് π/6 ആണ് കിട്ടുക. റൂട്ട് ഓഫ് 1 മൈനസ് 1/4, അതായത് താഴെ റൂട്ട് 3/2 വരും. ഇവിടെ റൂട്ട് ഇ 1/2 π/6, 1/2 ക്യാൻസൽ ആയിപ്പോയി. സോ π/6 ഇൻറ്റു റൂട്ട് ഇ ബൈ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ? π/6 ഇൻറ്റു റൂട്ട് ഇ ബൈ 3 അല്ലേ? സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അത്ര സിമ്പിൾ അല്ല, എന്നാലും ഈ ഒരു സംഭവം നിങ്ങൾക്ക് നേരത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുണ്ട്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. I of x equal to integral dx by x minus 1 all raised to 11/13 into x plus 15 all raised to 15/13. ഓക്കെ, നമ്മൾ ഐ എഫ് എക്സ് എന്തായാലും കണ്ടുപിടിക്കണം. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഒരു സംഭവം ശ്രദ്ധിക്കാം. ഇവിടെ ഈ ടേമും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ 2 എന്നുള്ള നമ്പർ കിട്ടുമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സോ ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. അതിൽ 2 അല്ലേ? ഓക്കെ, ഡി എക്സ് ബൈ എക്സ് മൈനസ് 11 ഓൾ റൈസ് ടു 11/13 ഡിവൈഡ് ബൈ 2 മൈനസ് 11/13 എക്സ് പ്ലസ് 15 ഇൻറ്റു 2 മൈനസ് 11/13 എഴുതി. രണ്ടും കൂടി ആഡ് ചെയ്താൽ 2 ആണെന്ന് നമുക്കറിയാം. സോ എന്ന് വെച്ചാൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ dx into divided by x minus 11 divided by x plus 15 all raised to 11/13 into x plus 15 whole square ബാക്കി dx. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതിയത്, എന്തുകൊണ്ട് അതിനെ മേലേക്ക് കൊണ്ടുപോയില്ല എന്ന് ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്കിവിടെ u ഈക്വൽ ടു എക്സ് മൈനസ് 11/x+15 കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കൊടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ du/dx അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ താഴെ x+15 ഹോൾ സ്ക്വയർ വരും. ആ ഹോൾ സ്ക്വയർ നമുക്ക് ഇതിൻ്റെ dxൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കോളും. സോ നമുക്കിതിൻ്റെ du എടുക്കാം. du ഇസിക്കൽ എന്തെന്ന് x+15 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x മൈനസ് 11 1 ആണ്, മൈനസ് x മൈനസ് 11 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 15 1 ആണ്, ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 15 ഹോൾ സ്ക്വയർ. സോ ഇത് 26/x+15 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഡി എക്സ്. ഓക്കെ, അത് വിട്ടു. സോ നമുക്ക് ഈ ഒരു സംഭവത്തിന് മൊത്തത്തിൽ എന്താക്കി റിപ്ലേസ് ചെയ്യാൻ പറ്റും? du/26 എന്ന് റിപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഐ ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് du ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? u റേസ് ടു 11/13
ഇൻറ്റു divided by 26. So 1 by 26 into integral u raised to minus 11 by 13 du. ഇതിനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 1 ബൈ മൈനസ് 11 ബൈ 13 പ്ലസ് 1 ചെയ്താൽ നമുക്ക് 2 by 13 കിട്ടും. ഓക്കെ, സോ ഐ ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 1 by 26 ഇൻറ്റു u raised to 2 by 3 divided by 2 u raised to 2 by 13 divided by 2 by 13 എന്ന് വെച്ചാൽ ഇവിടെ 1 by 4 വരും. 1 by 4 ഇൻറ്റു u raised to 2 by 13. ഓക്കെ, u raised to 2 by 13. ഇതാണ് ആൻസർ വരാൻ പോകുന്നത്. പ്ലസ് സി. യുവിനെ എനിക്ക് റിപ്ലേസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ ഡയറക്റ്റ്ലി റിപ്ലേസ് ചെയ്യുന്നില്ല, പകരം ഞാൻ അതിൻ്റെ വാല്യൂസ് മാത്രം കണ്ടുപിടിക്കാൻ പോകും. സോ യു ഈക്വൽ ടു ദിസ് വാല്യൂ ആണ്, എക്സ് മൈനസ് 11 ബൈ എക്സ് പ്ലസ് 15. ഓർ യു ഈക്വൽ ടു ഡയറക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, യു ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എക്സിന് ഇനി വാല്യൂസ് കൊടുക്കാനുള്ളത് എന്താണ്? 37ഉം 24 ആണ് കൊടുക്കാനുള്ളത്. സോ നമുക്ക് ആ 37ഉം 24ൻ്റെ യുവിൻ്റെ വാല്യൂസ് എന്തായിരിക്കും നോക്കാം. യു ഓഫ് 37 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 37 മൈനസ് 11 ബൈ 37 പ്ലസ് 15. സോ ഇതെന്താ വരാൻ പോകുന്നത്? 37 മൈനസ് 11 ചെയ്താൽ നമുക്ക് 25 എന്ന് വരും. ഇത് 252. ഇത് 26 ആയിരുന്നല്ലേ, സോറി. സോ ഇത് നമുക്ക് 1/2 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് യു ഓഫ് 24 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 24 എടുത്താൽ എന്താ വരിക? 24 മൈനസ് 11 ഡിവൈഡ് ബൈ 24 പ്ലസ് 15. സോ ഇത് 13 ഡിവൈഡ് ബൈ 13 എന്ന് വരും, അത് 1/3. എന്നാൽ നമുക്ക് ഇതിൻ്റെ രണ്ട് വാല്യൂസ് അങ്ങ് മൈനസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഓഫ് 37 മൈനസ് ഐ ഓഫ് 24 എന്തായിരിക്കും വരാൻ പോകുന്നത്? 1/4 കോമൺ ആണ്. യു ഓഫ് 37 all raised to 2 by 13 minus u of 24 all raised to 1/3. Sorry, 2 by 13. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത് 1/4 ഇൻറ്റു 1/2. ഓക്കെ, 1/2 raised to 2 by 13 മൈനസ് 1/3 raised to 2 by 13. അതായത് 1/4 ഇൻറ്റു 1/4 raised to 1/13 മൈനസ് 1/9 raised to 1/13. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് നമ്മൾ ഇതിലേക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ബിയും സിയും എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ബി ഇവിടെ 4 ആണ്, സി ഇവിടെ 9 ആണ്. ഓക്കെ, ബി ഈക്വൽ ടു 4 ആണ്, സി ഈക്വൽ ടു 9 ആണ്. അങ്ങനെയാണെങ്കിൽ ബിയും സിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 13 ആണ് കിട്ടുക. 13 × 3 ചെയ്താൽ നമുക്ക് 39 ആണ് ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടൈപ്പ് പരിപാടിയാണെന്ന് മനസ്സിലാക്കാം. ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് സൈൻ എക്സ് ഡി എക്സ് ഈസ് ഇക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി. നമ്മൾ ജി ഓഫ് എക്സ് ബേസിക്കലി കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ജി ഡാഷ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ജി ഡാഷ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ജി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഈ സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ ജി ഓഫ് എക്സ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇതിന് നമ്മൾ ബൈ പാർട്സ് ചെയ്യാൻ പോകാം. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബൈ പാർട്സ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ബൈ പാർട്സ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എക്സ് ക്യൂബിനെ നമ്മൾ സോ ബൈ പാർട്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. യു വി എന്നുള്ള രണ്ട് സാധനങ്ങൾ നമ്മൾ ബൈ പാർട്സ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് യു ഇൻറ്റു ഇൻ്റഗ്രൽ വി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് യു ഡാഷ് ഇൻറ്റു ഇൻ്റഗ്രൽ വി. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അങ്ങ് 1ലേക്ക് എത്തിക്കും. സോ ഫസ്റ്റ് നമ്മൾ എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് കോസ് എക്സ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 3x² ഇൻറ്റു മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇവിടെ പ്ലസ് ആവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. മൈനസ് എക്സ് ക്യൂബ് കോസ് എക്സ്. അടുത്തത് 3 കോമൺ ആണ്.
3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 2x വരും ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ മൈനസ് എക്സ് ക്യൂബ് കോസ് എക്സ് പ്ലസ് 3x സ്ക്വയർ സൈൻ എക്സ് മൈനസ് 6 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് എന്താ വരാൻ പോകുന്നത്? നമുക്ക് ഫൈനലായിട്ട് എഴുതാം. എക്സ് ക്യൂബ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് 3x സ്ക്വയർ സൈൻ എക്സ് മൈനസ് 6 ഇൻറ്റു ഇതെന്താ വരാൻ പോകുന്നത്? എക്സ് സൈൻ എക്സിൻ്റെ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇത് മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് പ്ലസ് കോസ് എക്സ് ആയി മാറും. കോസ് എക്സിൻ്റെത് സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഫുൾ വാല്യൂസ് ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടാൻ പോകുന്നത്? ഇത് മൈനസ് 6x കോസ് എക്സ് വരും, മൈനസ് അല്ല അപ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് 6 സൈൻ എക്സ് വരും. സോ ഇതാണ് നമ്മുടെ ജി ഓഫ് എക്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ജി ഓഫ് പൈ ബൈ ടു, ജി ഡാഷ് പൈ ബൈ ടു. ഓക്കെ ഓക്കെ, സോ ഞാൻ ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നാലും നമുക്ക് ജി ഓഫ് പൈ ബൈ ടു കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ടേം 0 ആയിരിക്കും, കോസ് പൈ ബൈ ടു 0 ആണ്. അടുത്ത ടേമിൽ 3 ഇൻറ്റു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 4 വരും. അടുത്ത ടേമിൽ 6x, ഇത് 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ടേമിൽ 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തെന്തായിരിക്കും? ജി ഡാഷ് പൈ ബൈ ടു. എന്താണ് ജി ഡാഷ് പൈ ബൈ ടു വരാൻ പോകുന്നത്? ജി ഡാഷ് എക്സ് വരാൻ പോകുന്നത് ഈ സംഭവം തന്നെയാണ്. ഇത് തന്നെയാണ് ജി ഡാഷ് പൈ ബൈ ജി ഡാഷ് എക്സ് വരാം, എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ്. അങ്ങനെയെങ്കിൽ ജി ഡാഷ് പൈ ബൈ ടു എന്താ വരാം? അത് പൈ ക്യൂബ് ബൈ 8 ആയിരിക്കും. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള 8 ഇൻറ്റു ജി ഡാഷ് പൈ ബൈ ടു പ്ലസ് ജി ഓഫ് പൈ ബൈ ടു. ഓക്കെ, സോ 8 ഇൻറ്റു പൈ ക്യൂബ് ബൈ 8 പ്ലസ് 3 പൈ സ്ക്വയർ ബൈ 4 മൈനസ് 6. ഓക്കെ, സോ ഇവിടെ പൈ ക്യൂബ് പ്ലസ് ഇത് 6 പൈ സ്ക്വയർ മൈനസ് 48 ഇതാണ് വാല്യൂ വരാൻ പോകുന്നത്. ഇത് നമുക്ക് കിട്ടിയ ഇതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും? ആൽഫ പൈ ക്യൂബ് ബീറ്റ പൈ സ്ക്വയർ പ്ലസ് ഗാമ. നമുക്ക് വാല്യൂസ് കിട്ടി. ആൽഫ 1 ആണ്, ബീറ്റ 6 ആണ്, ഗാമ മൈനസ് 48 ആണ്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 7 കിട്ടും. 7 പ്ലസ് 48 ആയിരിക്കും ആൻസർ. അത് 55 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടും. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബൈ പാർട്സ് ചെയ്താൽ മതി. പക്ഷേ ബൈ പാർട്സ് ചെയ്യുമ്പോൾ അങ്ങനെ മൈനസും പ്ലസും എവിടെ മാറുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. അത് മാറാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 9 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാൻ പോവാണ്. യു ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ചെയ്യാം. നമ്മൾ ഡയറക്റ്റ്ലി യു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യില്ല, പക്ഷേ നമുക്കിതൊന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഇതെന്തായിരിക്കും? 2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മുകളിൽ എന്തായിട്ട് വരിക? 2x പ്ലസ് 1 വരും dx. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് നമ്മളൊന്ന് മാറ്റി എഴുതാം. സോ 2x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 9 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിന് നമ്മൾ ആദ്യം 2 ടൈംസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അടുത്തെന്താ വരാൻ പോകുന്നത്? ഒരു 3x ഉണ്ടായിരിക്കും. 2xും 3x ആഡ് ചെയ്തു. പിന്നെ ഒരു 7ഉം ഉണ്ടായിരിക്കും. ഓക്കെ,
ഈ 2x പ്ലസ് 3x പ്ലസ് 7ൽ നിന്നും ഞാൻ കാര്യം ചെയ്യാൻ പോവാണ്, ഒരു 2x പ്ലസ് 1 ഞാൻ എടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ 2x പ്ലസ് 1 എടുത്താൽ ലാസ്റ്റ് ഒരു വാല്യൂം കൂടി വരും. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇവിടെ ഞാൻ 3x പ്ലസ് 7 1/2 ഇൻറ്റു 6x പ്ലസ് 14 ആക്കാൻ പോവാണ്. ആ 6x പ്ലസ് 14 ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 3 പുറത്തെടുത്തിട്ട് 2x പ്ലസ് 1 ആക്കും, എന്നിട്ടൊരു 11 ചെയ്യും. സോ ബേസിക്കലി 3/2 ഇൻറ്റു 2x പ്ലസ് 1 പ്ലസ് 11/2 ഇങ്ങനെ എഴുതാൻ പോവാം. ഓക്കെ, സോ 3x പ്ലസ് 7 നമ്മൾ എങ്ങനെയാക്കി എഴുതാൻ പോവാം, 3/2 ഇൻറ്റു 2x പ്ലസ് 1 പ്ലസ് 11/2. എന്തിനങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഓരോന്നോരോന്ന് നമുക്ക് ഇൻഡിവിജ്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ ഇത് കുഴപ്പമില്ല. യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം വരാൻ പോകുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഇത് രണ്ടെണ്ണം ഡിവൈഡ് ആയി പോകുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡി എക്സ് എന്ന് കിട്ടും. അടുത്ത ടേം വരാൻ പോകുന്നത് 3/2 ഇൻറ്റു, ഓക്കെ 2 ആണ് ഉള്ളിൽ കിടന്നോട്ടെ, 3 പുറത്ത് കിടന്നോട്ടെ, 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 2x പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, അടുത്ത ടേം വരാൻ പോകുന്നത് 11/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഓക്കെ, സോ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ, സോ x/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് മനസ്സിലാക്കിയിരിക്കും. ഇത് ബ്രാക്കറ്റ് അല്ല, പകരം മോഡുലസ്. അതുപോലെ തന്നെ ഇവിടെ ആവശ്യമുള്ള വേറൊരു സംഭവം കൂടിയുണ്ട്, അത് ഇതാണ് 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, അത് ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് ഇനി നമുക്ക് ചെയ്യാം. അതിലിവിടെ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള രീതിയിലാക്കി മാറ്റി എഴുതേണ്ടത്. സോ അതെന്തായിരിക്കും, അത് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 3/2 സ്ക്വയർ ആയിരിക്കും. എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഹാഫ് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു -3, ഓക്കെ, ഒരു പ്ലസ് ഹാഫ് ഇട്ട് കൊടുക്കുക, ഒരു മൈനസ് ഹാഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സംഭവം എന്തായിരിക്കും, 1/2 ആയിരിക്കും. സോറി, പ്ലസ് 1/4 ആണ് ഇട്ട് കൊടുക്കേണ്ടത്, മാറിപ്പോയോ. പ്ലസ് 1/4 ഇട്ട് കൊടുക്കുക, -1/4 ഇട്ട് കൊടുക്കുക. ആ 1 - 1/4 എന്നുള്ളത് 3/4 ആയി മാറും. പിന്നെ ഈ സംഭവം എക്സ് പ്ലസ് ഹാഫിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇനി ആ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ടേമിന് ഇത് വരാൻ പോകുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഓക്കെ, ഇതെന്താണ് വരാൻ പോകുന്നത്, ഫസ്റ്റ് ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ്, x/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എന്ന് വെച്ചാൽ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, സാധാ റൂട്ട് ഈ സാധനം വെച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്താൽ മതി. ഈ സംഭവം തന്നെയാണ്, പക്ഷേ ഈ സംഭവം ഇത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷേ എക്സ് എന്ന് വെച്ചാൽ എന്താണ്, എക്സ് എന്ന് വെച്ചാൽ എക്സ് അല്ല, അതിന് പകരം എക്സ് പ്ലസ് ഹാഫ് ആയിരിക്കും. ഓക്കെ, സോ എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് ലോഗ് എന്തായിരിക്കും, എ സ്ക്വയർ ബൈ 2 ഉണ്ട്, അത് വിട്ടുപോയി. എ സ്ക്വയർ ബൈ 2 എന്താ വരാൻ പോകുന്നത്, എ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ വാല്യൂ ആണ് 3/4 ആണ്, 3/4/2 അത് 3/8 എന്നാണ്, ഇൻറ്റു ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഹാഫ് എക്സ് പ്ലസ് റൂട്ട്
എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ്. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ ഇവിടെ എക്സ് പ്ലസ് ഹാഫ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇതെന്താ സംഭവം? ഇത് ഈ ഒരു ടേമിൻ്റെ മാത്രം സംഭവമാണ്. ഓക്കെ, ഓക്കെ, ഇത് ആ ഒരു ടേമിൻ്റെ മാത്രം പ്ലസ് 3 ഇൻറ്റു ഞാൻ റേസ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി അവിടെ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഞാനിവിടെ റേസ് ചെയ്യാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. യെസ്, ഈ ഒരു സംഭവം മൊത്തം എന്താണ്? ഡി യു ആയിട്ട് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി യു എന്ന് വെച്ചാൽ യു ആണെന്ന് നമുക്കറിയാം. സോ അത് 3 ഇൻറ്റു അടുത്ത ടേം 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു എന്ന് വെച്ചാൽ യു മാത്രമാണ്. സോ യു എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി അടുത്ത ടേം വരാൻ പോകുന്നത് യെസ് ഈ ടേമാണ് 11/2 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ദിസ് വാല്യൂ. സോ എന്താണ് 11/2 ഇൻറ്റു ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം ലോഗ് ഓഫ് എക്സ് പ്ലസ് ഹാഫ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. സോ ഇവിടെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എക്സ് പ്ലസ് ഹാഫ് വരും. 2ഉം 2ഉം ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. അവിടെ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഉണ്ട്. ഇനി അടുത്തത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ൻ്റെ കോഎഫിഷ്യൻറ്റുകൾ നമുക്ക് എടുക്കാം. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു ഹാഫ് ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3ഉം ഹാഫും കൂടി കൂട്ടിയാൽ 7/2 കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ടേമും കൂടിയാണുള്ളത്. അതെന്താണ്? അത് ഈ ഒരു സംഭവത്തിൻ്റെ ടേമാണ്. 2 ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 3/4 കിട്ടും. 3/4ഉം പിന്നെ 11/2ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടാൻ പോകുന്നത്? ഓക്കെ, 3/4ഉം 11/2ഉം കൂടി ആഡ് ചെയ്താൽ 25/4 എന്ന് കിട്ടും. ലോഗ് എക്സ് പ്ലസ് ഹാഫ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിൽ നമുക്ക് കമ്പയർ ചെയ്താൽ എന്തൊക്കെ കിട്ടാൻ പോകുന്നത്? ഇതിൽ ഓക്കെ, അത് ഓക്കെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. ഇനി അടുത്ത് ഈ ആൽഫ എന്നുള്ളത് 7/2 ആണ്. ആൽഫ ഈക്വൽ ടു 7/2. അടുത്തത് ബീറ്റ ഉണ്ട്. ബീറ്റ എന്ന് വെച്ചാൽ 25/4. ബീറ്റ ഈക്വൽ ടു 25/4. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ആൽഫ പ്ലസ് 2 ബീറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. സോ 7/2 പ്ലസ് 2 ബീറ്റ 25/2. സോ ഇത് 32/2 വരും. ആൻസർ 16 ആയിരിക്കും. ഓക്കെ, 16 ആണ് നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇതത്ര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ഇതെന്താ സംഭവം? ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം നിർബന്ധമാണ്. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്, കാണപ്പാടം പഠിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം കൂടിയാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 1/x⁴ ഇൻറ്റു 1 പ്ലസ് x⁴. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഈ ജെ മെയിൻസിന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ u ഈക്വൽ ടു x⁴ എടുക്കാൻ പോകും. അങ്ങനെയാണെങ്കിൽ ഡി യു ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? 1/4 ഇൻറ്റു x⁻³ - 3/4 dx. ആ 1/4നെ മാറ്റി ഞാൻ 4du എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ എന്താ വരാൻ പോകുന്നത്? ഇൻ്റഗ്രൽ ഞാൻ മേലെയും താഴെയും x⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. ഇവിടെ ഒരു x⁻³ dx ഡിവൈഡ് ബൈ x⁻³ പിന്നെ ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1/4 - 3/4 x⁻² ആയിരിക്കും. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് x⁻⁴. ഓക്കെ, ഇനി നമുക്ക് യു സബ്സ്റ്റിറ്റ്യൂഷൻ ബാക്കി ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? മേലെ 4du ആയി മാറും. താഴെ u⁻⁻½ ഉണ്ട്. സോറി, x⁻⁻½ ഉണ്ട്. x⁻⁻½ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്വയർ ആണ്, എന്നിട്ട് റെസിപ്രോക്കൽ എടുത്താണ്. സോ ബേസിക്കലി u⁻² ആണ് താഴെ വരിക, എന്ന് വെച്ചാൽ u². ഇനി താഴെ 1 പ്ലസ് u മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 4u² du ഡിവൈഡ് ബൈ 1 പ്ലസ് u. 4 നമുക്കങ്ങ് മാറ്റി വെക്കാം. u² ഡിവൈഡ് ബൈ 1 പ്ലസ് u.
യു സ്ക്വയർഡ് ഡിവൈഡ് ബൈ 1 + u നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ 1 അങ്ങ് വരും, അപ്പോൾ സോറി യു അങ്ങ് വരും. സോ യു സ്ക്വയർ പ്ലസ് യു ആവും, അപ്പോൾ ഇവിടെ മൈനസ് യു വരും. വിച്ച് മീൻസ് യു സ്ക്വയർ ബൈ 1 + u എന്ന് വെച്ചാൽ യു മൈനസ് യു ബൈ 1 + u. അപ്പോൾ ഞാനൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു 1+ ഇട്ട് കൊടുക്കാൻ പോവാണ്, ഇവിടെ ഒരു -1 ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ യു -1 + 1 ബൈ 1 + u. ഇതാണ് സംഭവം. യു -1 + 1 ബൈ 1 + u. അങ്ങനെ നമുക്കിതിനെ മാറ്റി എഴുതാം. 4 × ഇൻ്റഗ്രൽ ഓഫ് യു -1 + 1 ബൈ 1 + u. ഓക്കെ, ആദ്യത്തെ സംഭവം ഭയങ്കര സിമ്പിളാണ്. അത് 4 × u -1 ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. പ്ലസ് അടുത്ത സംഭവം എന്താ, അത് ലോഗാണ്. 4 × log 1 + u ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സാധാ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് യുവിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് -6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു +c ഉണ്ടായിരിക്കും. ഇതാണ് എന്ത്, യെസ്, f(x). സോ ഇവിടെ 4 ഉണ്ടായിരുന്നു, 4ഉം ബൈ 2ഉം കൂടി ചെയ്താൽ നമുക്ക് ഇവിടെ 2 ആയിരിക്കും എന്നറിയാം. ഓക്കെ, സോ f(0), ഇത് f(u) ആണല്ലേ. ഓക്കെ, സോ f(0) എന്ന് വെച്ചാൽ u കൊടുത്താലും x കൊടുത്താലും ഓക്കെ, ഇതിന് x എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. സാറേ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. നമുക്ക് f(0) 6 ആണെന്ന് -6 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ എക്സിന് 0 കൊടുത്താലും u കൊടുത്താലും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല, കാരണം x⁴ ആണ്. അത് 0 കൊടുത്താൽ യുക്കും 0 തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ആ യുക്ക് 0 എന്നുള്ള സംഭവം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക, u = -1 2 × 1 + 4 × log 4 എന്ന് വെച്ചാൽ 0, log 1 എന്ന് വെച്ചാൽ 0 ആണ്, പ്ലസ് c = 0, സോറി = -6 എന്ന് വെച്ചാൽ c = -8 ആയിരിക്കും. സോ നമ്മുടെ ഫംഗ്ഷൻ വരാൻ പോകുന്നത് എന്തായിരിക്കും, f(u) = 2 × u -1 ഹോൾ സ്ക്വയർ പ്ലസ് 4 × log 1 + u -8. ഇത് f(u) ആണ്, ശ്രദ്ധിക്കുക, f(x) അല്ല. ഓക്കെ, u എന്ന് വെച്ചാൽ x⁴ ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f(1) എന്താണെന്നാണ്. f(1) വളരെ സിമ്പിളാണ്, കാരണം നമുക്ക് x⁻ന് 1 കൊടുത്താൽ നമുക്ക് യുവും 1 തന്നെ കിട്ടും. 1/1/4 1 തന്നെ. സോ നമുക്ക് ബേസിക്കലി f(1) കണ്ടുപിടിച്ചാൽ മതി. സോ 2 × 0 കിട്ടും, പ്ലസ് 4 × log 2 കിട്ടും, -8. 4 കോമൺ എടുത്താൽ log 2 -2 എന്നായിരിക്കും കിട്ടാൻ പോകും. 4 × log 2 -2 ഫസ്റ്റ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് ഈ ഒരു സംഭവം എടുക്കണം എന്നുള്ളത് കത്തണം. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതാനൊക്കെ തോന്നും. ഫോർ എക്സാമ്പിൾ 1/x⁴ -1/1 + x⁴ എന്നൊക്കെ ആക്കി എഴുതാൻ പോകണം. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സിമ്പിളാണ്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, യെസ്, എന്നോക്കെ നമുക്ക് ഇവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യാം. 5 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഏറെക്കുറെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. കൂടുതലും നമുക്ക് മെത്തേഡാണ് കൂടുതലും അവിടെ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ള റൂളൊക്കെ വെച്ചിട്ടുള്ള സംഭവം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള നോളജ് വെച്ചിട്ടുള്ള ആ ഒരു ഐഡിയ വെച്ച്, ആ ഇൻഡ്യൂഷനൊക്കെ വെച്ചാണ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.